അപ്പോൾ നമ്മൾ വെച്ചാൽ വടിയുമേ അതല്ലെങ്കിൽ പേനയുമയോ പെൻസിലിനൊന്നും ആവരിക്കും ആയി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കത്തി ഉരുകി ഉള്ളിലോട്ട് പോവും. അപ്പോൾ നമ്മുടെ മെഴുകുതിരി നാശമായി പോവും. അപ്പോൾ നോക്കി കണ്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാൻ പേന പെൻസിലോ ആദ്യം ഞാൻ പറയാം. ആദ്യം കടലാസ് ഗ്ലാസ് എടുക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നിയോൻ്റെ നൂല്, ഈ നൂലല്ല, നിയോൻ്റെ നൂലില്ലേ, ഇതുപോലെ കട്ടിയുള്ള നൂല് ഉണ്ട്. നിയോൻ്റെ നൂല് ഈ കൊന്ത കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു നൂല്, അതിനേക്കാളും കട്ടിയുള്ള സംഭവം ഉണ്ടാവും മാത്രമുണ്ട്. അപ്പോൾ ആ നൂലാണ് മെഴുകുതിരി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ആ നൂല് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലത്തെ നൂല് എടുക്കുക. എന്നിട്ട് ഗ്ലാസിൻ്റെ സെൻട്രലായിട്ട് വെക്കുക. എന്നിട്ട് അതിനെ സെൻട്രലായിട്ട് കൺട്രോളായിട്ട് നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? പെൻസിൽ അതല്ലെങ്കിൽ വടി അതല്ലെങ്കിൽ പേന, ഈ മൂന്നിൻ്റെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുക്കുക, യൂസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഈ നൂല് കെട്ടുക, സെൻട്രലിൽ കെട്ടുക. എന്നിട്ട് പേനയാണെങ്കിൽ പേന, നിങ്ങൾ പേനയുമാണ് ചെയ്തതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? കെട്ടിയതിന് ശേഷം ഈ ഗ്ലാസിൻ്റെ മീതമേ കിടത്തി വെച്ച് കൊടുക്കുക. അതല്ല പെൻസിലുമാണെങ്കിൽ നിങ്ങൾ ചെയ്തെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് എന്ത് ചെയ്യുക? ഈ ഗ്ലാസിൻ്റെ മീതെ ഒന്ന് കിടത്തി വെച്ച് കൊടുക്കുക. ഇത്രയും നിങ്ങൾ ചെയ്യുക. കാരണം ഞാൻ ഇപ്പോൾ പേനയുടെ കാര്യം വിടാൻ പറഞ്ഞു. പേന സെൻട്രലാക്കി വെക്കുമ്പോഴേ പെൻസിലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ വേണം പേന ഉപയോഗിച്ച് കെട്ടി ഇതിൻ്റെ മീതെ വെക്കാനായിട്ട്. കാരണം നമ്മൾ ഈ പാത്രത്തിൽ മെഴുക് ഇട്ടതിന് ശേഷം അത് നല്ല